നിയമരംഗം. നിയമരംഗത്തിൽ ഇന്ന് വാഹനാപകട നഷ്ടപരിഹാരവും മാറുന്ന നിയമവ്യവസ്ഥകളും. അഡ്വക്കേറ്റ് കെ രാജശേഖരൻ, കേരളാദിത്യപുരം സംസാരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ദിനംപ്രതി 12 പേർ വാഹനാപകടങ്ങളിൽ മരണമടയുന്നു. അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം അതിന്റെ 10 ഇരട്ടിയിലധികമാണ്. ഒരു പബ്ലിക് റോഡിലെ വാഹന ഉപയോഗം 1988 പാർലമെന്റ് പാസാക്കിയ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ പരിധിയിൽ വരും. 2019 ആ നിയമത്തിലെ വ്യവസ്ഥകൾ സമഗ്രമായി പരിഷ്കരിച്ചു. കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും വിവിധ വകുപ്പുകൾക്ക് കീഴിൽ ചട്ടങ്ങൾ രൂപീകരിക്കാൻ ആ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ 5ാം ഭേദഗതി റൂൾസ് 2022 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അതിൽ വാഹന നഷ്ടപരിഹാര കേസുകളുടെ പുതുക്കിയ നടപടിക്രമങ്ങൾ നിജപ്പെടുത്തിയ സെക്ഷൻ 150A അനക്ചർ 13 എന്ന അനുബന്ധവുമുണ്ട്. ഒരു പബ്ലിക് റോഡിൽ ഉപയോഗിക്കപ്പെടുന്ന ഏതു വാഹനവും വാഹന വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പൊതുവാഹനമാണെങ്കിൽ പെർമിറ്റും വേണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾ മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധവുമാണ്. വാഹനം ഓടിക്കുന്നവർ വാഹന നിയമവും ചട്ടങ്ങളും മാത്രമല്ല റോഡ് റെഗുലേഷനുകളും പാലിക്കണം. എങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകുകയുള്ളൂ. പ്രധാനമായും 2 തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് വാഹനങ്ങൾക്ക് ഇന്നുള്ളത്: തേർഡ് പാർട്ടി ഇൻഷുറൻസും കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും. ഇതിൽ ഒന്നാമത്തേത് എല്ലാ വാഹനങ്ങളും നിർബന്ധമായും എടുത്തിരിക്കണം. രണ്ടാമത്തേത് ഒരു പാക്കേജ് ഇൻഷുറൻസ് ആണ്. അതിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസും ഉൾപ്പെടും. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ഈ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. നിബന്ധനകളിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. വാഹന ഇൻഷുറൻസ് വാഹനയുടമയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാറാണ്. ഉടമ 1ാം കക്ഷിയും ഇൻഷുറൻസ് കമ്പനി 2ാം കക്ഷിയും. വാഹന അപകടങ്ങളിൽ 2ാം കക്ഷിയായ കമ്പനി അപകടത്തിൽപ്പെടുന്ന 3ാം കക്ഷികൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്നാണ് ഈ പോളിസി കൊണ്ട് വിവക്ഷിക്കുന്നത്. സ്കൂട്ടറിലെ പിൻസീറ്റ് യാത്രക്കാരനും സ്വകാര്യ വാഹനങ്ങളിലെ യാത്രക്കാരും തേർഡ് പാർട്ടി അല്ല. പക്ഷേ എതിരെ വരുന്ന ഒരു വാഹനം അവരെ അപകടത്തിൽപ്പെടുത്തിയാൽ അവർ ആ വാഹന ഇൻഷുറൻസിന്റെ തേർഡ് പാർട്ടിയാണ്. യാത്രാ വാഹന പെർമിറ്റുള്ള വാഹനങ്ങളിലെ യാത്രക്കാർ തേർഡ് പാർട്ടിയാണ്. കോംപ്രിഹെൻസീവ് പോളിസിയിൽ തേർഡ് പാർട്ടി അല്ലാത്ത സൗജന്യ യാത്രക്കാർക്കും നഷ്ടപരിഹാരം ലഭിക്കാം. ഒരു വാഹനാപകടം ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. വാഹനങ്ങളുടെ നമ്പരും കേടുപാടുകളും അവയുടെ ചുറ്റുപാടും വ്യക്തമാകും വിധം ചില ഫോട്ടോകൾ എടുക്കണം. അപകടത്തിൽ പരിക്കുപറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കണം. പോലീസ് സ്റ്റേഷനിൽ അപകട വിവരം അറിയിക്കണം. ചുറ്റും കൂടിയവർ തല്ലുമെങ്കിൽ അപകട സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാം. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ അറിയിക്കണം. ഇൻഷുറൻസ് കമ്പനിയിലും അപകട വിവരം അറിയിക്കണം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ബുക്കിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും വിവരങ്ങളോ കോപ്പികളോ അപകടത്തിൽപ്പെട്ടവർക്കും പോലീസിനും ഇൻഷുറൻസിനും നൽകണം. അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വാഹനാപകടമായി തന്നെ രജിസ്റ്റർ ചെയ്യണം. അപകട വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ആശുപത്രി അധികൃതർക്കും ബാധ്യതയുണ്ട്. വാഹനാപകടമുണ്ടാക്കിയ ആൾ 2 തരത്തിലുള്ള കോടതി നടപടികൾ നേരിടണം. മജിസ്ട്രേറ്റ് കോടതിയിലെ ക്രിമിനൽ കേസും മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലിലെ അതായത് MACTയിലെ നഷ്ടപരിഹാരം നൽകാനുള്ള സിവിൽ കേസും. ക്രിമിനൽ കേസിൽ നേരിടേണ്ടി വരുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ 4 വകുപ്പുകളാണ്. അപകടകരമായ ഡ്രൈവിംഗിനുള്ള 279 വകുപ്പ്, ശാരീരിക മുറിവുകൾ ഏൽപ്പിച്ചതിനുള്ള 337 വകുപ്പ്, ഗൗരവമായ മുറിവുകൾ ഏൽപ്പിച്ചതിനുള്ള 338 വകുപ്പ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കുള്ള 304A വകുപ്പ്. അനാസ്ഥ കൊണ്ടല്ല അപകടമെങ്കിൽ ശിക്ഷ മിക്കവാറും പിഴയിൽ ഒതുങ്ങും. തികച്ചും അശ്രദ്ധയോടെ അപകടമരണത്തിനിടയാക്കിയാൽ ചുമത്തുന്ന IPC 304 കോടതിയിൽ നിന്നു മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. MACTയിൽ വരുന്ന നഷ്ടപരിഹാര കേസിൽ ലൈസൻസും ഇൻഷുറൻസും ഉണ്ടായിരിക്കുകയും വാഹന നിയമങ്ങൾ പാലിക്കുകയും ചെയ്താൽ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ഇൻഷുറൻസ് കമ്പനികൾക്കാണ്. പക്ഷേ മദ്യലഹരിയിലും ലൈസൻസ് ഇല്ലാതെയും വാഹനമോടിച്ചാൽ ഓടിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുകയും അപകടത്തിന്റെ നഷ്ടപരിഹാരത്തുക ഉടമയോ ഡ്രൈവറോ നൽകേണ്ടതായും വരും. ഡ്രൈവർക്ക് പൂർണ്ണ വീഴ്ച ഉണ്ടെങ്കിലും അനുവദനീയമായതിലധികം ആളെ വാഹനത്തിൽ കയറ്റിയാലും വാഹനത്തിന്റെ ഘടനയിൽ അടിസ്ഥാന മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിഷേധിക്കും. ആർക്കെങ്കിലും പരിക്കുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് പരിശോധിച്ചതിന് ശേഷമേ വാഹനം അപകട സ്ഥലത്ത് നിന്നും മാറ്റാവൂ. അതുപോലെ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും 24 മണിക്കൂറിനുള്ളിൽ വാഹനങ്ങൾ പരിശോധിച്ച് അപകട കാരണങ്ങളും സാഹചര്യവും വിലയിരുത്തേണ്ടതുണ്ട്. കേസിന് വാഹനങ്ങൾ ആവശ്യമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും, അല്ലെങ്കിൽ വാഹനം ഉടമയ്ക്ക് തന്നെ നൽകും. വാഹന അപകട കേസുകളിൽ 2022 ഏപ്രിൽ 1 മുതൽ നടപടിക്രമങ്ങൾ ഗണ്യമായി മാറിയിട്ടുണ്ട്.
വാഹനാപകടം സംബന്ധിച്ച മജിസ്ട്രേറ്റ് കോടതിയിലെ ക്രിമിനൽ കേസും MACTയിലെ നഷ്ടപരിഹാര കേസും നടത്തേണ്ടത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപകട വിവരം ലഭിക്കുമ്പോൾ പോലീസ് ഓഫീസർ സ്ഥലം സന്ദർശിക്കണം. അപകടത്തിന്റെ ഫോട്ടോയോ വീഡിയോയോ എടുക്കണം. വാഹനസ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയ സൈറ്റ് പ്ലാൻ തയ്യാറാക്കണം. സാക്ഷികളുടെ മൊഴികളും രേഖപ്പെടുത്തണം. 48 മണിക്കൂറിനകം ഫസ്റ്റ് ആക്സിഡന്റ് റിപ്പോർട്ട് നിശ്ചിത ഫോമിൽ തയ്യാറാക്കി MACTയെയും ഇൻഷുറൻസ് കമ്പനിയെയും അറിയിക്കണം. അപകടത്തിലെ ഇരയ്ക്കും ലീഗൽ സർവീസസ് അതോറിറ്റിക്കും കോപ്പി നൽകണം. പോലീസ് വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യണം. അപകടത്തിൽപ്പെട്ട ഇരയെയോ അനന്തരാവകാശികളെയോ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അതിനായുള്ള ഫോമിൽ 10 ദിവസത്തിനകം അറിയിക്കണം. മെഡിക്കൽ കേസുകളിൽ ആശുപത്രികൾ മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട് 15 ദിവസങ്ങൾക്കകം പോലീസ് ഓഫീസർക്ക് നൽകണം. പോലീസ് ഓഫീസർ ഡ്രൈവറെ സംബന്ധിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഫോം അദ്ദേഹത്തിന് നൽകി 30 ദിവസത്തിനകം അത് തിരികെ ശേഖരിക്കണം. വാഹന ഉടമയ്ക്കും ഇങ്ങനെ ഫോം നൽകി വിവരങ്ങൾ ശേഖരിക്കണം. പോലീസ് ഒരു ഇന്ററിം ആക്സിഡന്റ് റിപ്പോർട്ട് അപകടം കഴിഞ്ഞ് 50 ദിവസത്തിനുള്ളിൽ MACTയിൽ നൽകണം. അതിന്റെ കോപ്പിയും ഇരയ്ക്കും ലീഗൽ സർവീസസ് അതോറിറ്റിക്കും ഇൻഷുറൻസ് കമ്പനിക്കും നൽകണം. ഇരയെ സംബന്ധിച്ച വിവരങ്ങളും പോലീസ് ഓഫീസർ അതിനുള്ള ഫോം അവർക്ക് നൽകി 60 ദിവസത്തിനുള്ളിൽ തിരികെ ശേഖരിക്കണം. അത് ഇൻഷുറൻസ് കമ്പനി വിലയിരുത്തണം. അപകട സംബന്ധമായ ക്രിമിനൽ കേസിന്റെ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥൻ 60 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകണം. തെളിവെടുപ്പിനും വിചാരണയ്ക്കും ശേഷം ആ കേസിൽ എതിർകക്ഷിക്ക് തടവോ പിഴയോ ഉണ്ടാകാം. നഷ്ടപരിഹാര കേസിനു വേണ്ടി 90 ദിവസത്തിനുള്ളിൽ ഡീറ്റെയിൽഡ് ആക്സിഡന്റ് റിപ്പോർട്ട് പോലീസ് ഓഫീസർ MACTയിൽ സമർപ്പിക്കണം. ഇങ്ങനെ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനോടൊപ്പം സൈറ്റ് പ്ലാൻ, മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഡ്രൈവറുടെയും ഉടമസ്ഥന്റെയും വിവരങ്ങളുള്ള റിപ്പോർട്ട്, ക്രിമിനൽ കേസ് സംബന്ധമായ പോലീസ് റിപ്പോർട്ട് എന്നിവ ഉണ്ടായിരിക്കണം. റിപ്പോർട്ടിന്റെ കോപ്പി ഇരയ്ക്കും ഉടമസ്ഥനും ഡ്രൈവർക്കും ലീഗൽ സർവീസസ് അതോറിറ്റിക്കും നൽകണം. പോലീസ് ഓഫീസർ ഇങ്ങനെ നൽകുന്ന ഡീറ്റെയിൽഡ് ആക്സിഡന്റ് റിപ്പോർട്ടിനെ MACT നഷ്ടപരിഹാര അപേക്ഷയായി പരിഗണിക്കണമെന്നാണ് പുതിയ നിയമം. അപകടത്തിൽപ്പെട്ടവരോ അനന്തരാവകാശികളോ നൽകുന്ന അപേക്ഷയും തെളിവുകളും അതിന്റെ ഭാഗമായി മാറും. തുടർന്ന് ഉടമയെയും ഡ്രൈവറെയും സാക്ഷികളെയും ഇരയെയും ഇൻഷുറൻസ് കമ്പനിയെയും കോടതിയിൽ ആദ്യ ഹിയറിംഗിനായി വരുത്താൻ MACT പോലീസ് ഓഫീസറോട് നിർദ്ദേശിക്കും. അവർ എത്തിയില്ലെങ്കിൽ MACT തന്നെ നേരിട്ട് അവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകും. വാഹന നിയമത്തിലെ 3 വകുപ്പുകളിലാണ് നഷ്ടപരിഹാര കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. 161 വകുപ്പിൽ തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു വാഹനം തട്ടിമരിക്കുകയോ ഗൗരവമായ പരിക്കു പറ്റുകയോ ചെയ്താൽ യഥാക്രമം 2 ലക്ഷമോ 50,000 രൂപയോ ലഭിക്കും. വാഹന അപകടത്തിലാണ് മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തത് എന്ന് തെളിവ് നൽകിയാൽ മാത്രം മതി. ഇതിന് ഡ്രൈവറുടെയോ ഉടമയുടെയോ ഭാഗത്ത് ഒരു വീഴ്ചയുമില്ലാത്ത കേസുകൾ 164 വകുപ്പിൽ രജിസ്റ്റർ ചെയ്യും. സമവായത്തിൽ തുക നിശ്ചയിക്കാൻ ശ്രമം നടത്തും. മരണത്തിന് 5 ലക്ഷവും ഗൗരവമായ പരിക്കുകൾക്ക് 2.5 ലക്ഷവുമാണ് ലഭിക്കുക. അശ്രദ്ധയോടെയും അമിത വേഗത്തിലും മറ്റും വാഹനങ്ങൾ ഉപയോഗിച്ച കേസുകൾ സെക്ഷൻ 166 അനുസരിച്ച് രജിസ്റ്റർ ചെയ്യും. അശ്രദ്ധയും വീഴ്ചയും നിശ്ചയിക്കേണ്ടതില്ലാത്ത 164 വകുപ്പ് കേസുകളിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ അധികാരമുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറെ ഇൻഷുറൻസ് കമ്പനി 10 ദിവസത്തിനുള്ളിൽ നിശ്ചയിക്കും. തുടർന്ന് ഇൻഷുറൻസ് കമ്പനി ഒരു സർവേയറെ നിയോഗിച്ച് നഷ്ടപരിഹാര തുക നിജപ്പെടുത്തുന്നു. അത് 30 ദിവസത്തിനകം MACTയെ അറിയിക്കും. ആ തുക അപേക്ഷകന് സ്വീകാര്യമെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അത് അറിയിക്കണം. ആ തുക ന്യായമായതാണെങ്കിൽ MACT അത് അംഗീകരിച്ച് 6 മാസത്തിനുള്ളിൽ ഉത്തരവിറക്കും. അപേക്ഷകൻ ആ തുക സമ്മതമല്ലെങ്കിൽ MACT ഉചിത അന്വേഷണവും വിലയിരുത്തലും നടത്തി 9 മാസങ്ങൾക്കുള്ളിൽ തുക തീർപ്പ് കൽപ്പിക്കും. മറിച്ച് ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ നൽകുന്നതിനെ എതിർക്കുന്നുവെങ്കിൽ MACT തെളിവെടുപ്പും വിസ്താരവും നടത്തി 1 വർഷത്തിനകം തുക നിശ്ചയിച്ച് ഉത്തരവിറക്കും. ഇങ്ങനെ തുക നിശ്ചയിക്കുന്നത് അപകടം മൂലം കക്ഷിക്കുണ്ടായ ചികിത്സാ ചെലവുകളും വരുമാന നഷ്ടവും ഭാവിയിൽ ലഭിക്കേണ്ടിയിരുന്ന തുക, പ്രായം, വാർഷിക വരുമാനം എന്നിവയും കണക്കിലെടുത്തായിരിക്കും. MACT ഉത്തരവ് ലഭിച്ച ശേഷം അപേക്ഷകന്റെ ബാങ്ക് വിവരങ്ങളും മറ്റും നൽകിയാൽ ഇൻഷുറൻസ് കമ്പനിയോ എതിർകക്ഷിയോ ആ അക്കൗണ്ടിലേക്ക് 15 ദിവസത്തിനകം പണം നിക്ഷേപിക്കും. അങ്ങനെ തുക നിക്ഷേപിക്കുന്നില്ലെങ്കിൽ ആ തുക റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് ഈടാക്കി നൽകാൻ 90 ദിവസത്തിന് ശേഷം MACT നടപടി സ്വീകരിക്കും. അതൃപ്തിയുള്ളവർക്ക് 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. ചുരുക്കത്തിൽ, വാഹനം ഉപയോഗിക്കുന്നവർ വാഹന നിയമങ്ങൾ പാലിക്കണം. അനാവശ്യ അപകടങ്ങൾക്ക് ഇടവരുത്തരുത്. അനിർവാര്യ അപകടങ്ങളിൽ ഒരു പരിഹാരക്രിയ പോലെ നഷ്ടപരിഹാരം നൽകാനുള്ള സംവിധാനവുമുണ്ട്. അപകടത്തിൽപ്പെടുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് പുതിയ ഭേദഗതി. വാഹനാപകട നഷ്ടപരിഹാരവും മാറുന്ന നിയമവ്യവസ്ഥകളും. ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് കെ രാജശേഖരൻ, കേരളാദിത്യപുരം. നിയമരംഗം സമാപിക്കുന്നു.